ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു കർഷക. തൃശൂർ കഴിമ്പറം പാട്ടുകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകളായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ നൂറുമേനി വിജയം കൊയ്തത്. കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്തിയാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുകയാണ്. ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത്. ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 500 തൈ എടുത്തിട്ടാണ് ചെയ്തത്. തൈകൾ നമുക്ക് കൃഷിഭവൻ്റെ വഴിയാണ്. കൃഷിഭവൻ വഴി കിട്ടിയ തൈകളാണ് 500 തൈയാണ് ഞാൻ എടുത്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇത് ചെയ്തു. പിന്നെ കുറേ സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച്. പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചു. പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അമ്പലത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നന്നായിട്ടൊക്കെ പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യാൻ എടുത്തത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 500 തൈയിൽ ഒതുക്കിയത്. പൂവ് അല്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സ്കൂളുകാർ, ആൽഫക്കാർ, അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ്. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയിൽ 100 മേനിയാണ് പാടത്ത് വിളഞ്ഞു നിൽക്കുന്നത്. ജനം, തൃശൂർ.